അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തറവാട് ശ്മശാനത്തിലാണ് നടക്കുക. രാവിലെ 8 മണിയോടെ പൂങ്കുന്നത്ത് നിന്ന് പറവൂരിലേക്ക് അവസാന യാത്ര പുറപ്പെടും. വിവരങ്ങളുമായി പ്രസാദ് കുമാർ ചേരുന്നുണ്ട്. പ്രസാദ്, എപ്പോഴാണ് പാലിയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുക? അവിടെ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ടോ? ജയലക്ഷ്മി, അല്പസമയത്ത് നിന്ന് തന്നെ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് ഇറക്കും. ആംബുലൻസെല്ലാം തന്നെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇവിടെ ഗാർഡ് ഓഫ് ഓണർ, സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്ത് നിന്ന് ജില്ലാ കളക്ടർ ഇവിടെ എത്തും. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. അത് 8 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്നും മൃതദേഹം പാലിയത്തേക്ക് കൊണ്ടുപോകും. അതിനു മുൻപ് ഇരിങ്ങാലക്കുട വഴിയാണ് പോകുക. അദ്ദേഹം പഠിച്ച നാഷണൽ പബ്ലിക് സ്കൂളിൽ അല്പസമയം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാകും പറവൂരിലേക്ക്, ചേന്ദമംഗലത്തേക്ക് കൊണ്ടുപോകും. അവിടുന്ന് 10-11 മണിക്കുള്ളിൽ അവിടെ എത്തിച്ചതിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് പോകും. അവിടെയും കുറച്ച് സമയം പൊതുദർശനം ഉണ്ടാകും. ഇന്നലെ രാവിലെ ഈ വീട്ടിലും അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി ഹാളിലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വീട്ടിൽ വെച്ച് ധാരാളം മമ്മൂട്ടി അടക്കമുള്ള ധാരാളം സിനിമാ രംഗത്തെയും സംസ്കാര രംഗത്തെയും പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തി. ഇപ്പോഴും രാവിലെയും ആളുകൾ വന്നിട്ടുണ്ട്. പലരും ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും എല്ലാം തന്നെ ഇന്നലെ വരാൻ കഴിയാത്ത ആളുകളെല്ലാം തന്നെ ഇന്ന് രാവിലെ അദ്ദേഹത്തെ അവസാനമായിട്ട് അദ്ദേഹത്തിന് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പ് സമയം കൂടെ ഇവിടെ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് രാവിലെ 8 മണിക്കാണ് ഇവിടുന്ന് ഇറക്കുക എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിനു മുൻപേ തന്നെ ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ കാണാം, ആംബുലൻസ് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും. ഇനിയിപ്പോൾ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞാൽ മൃതദേഹം ഇവിടെ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകും. ഇരിങ്ങാലക്കുടയിൽ ഒരു അരമണിക്കൂറോളം അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം അവരുടെ ഒരു അഭ്യർത്ഥനയായിരുന്നു, എന്തായാലും അദ്ദേഹം പഠിച്ച സ്കൂളാണ്, അവിടെ കുറച്ച് സമയം പൊതുദർശനം വെക്കണമെന്നൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അത് മാനിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം കൂടെ എടുത്തിരുന്നത്. ഇന്നലെ വരെ അങ്ങനെ ഇരിങ്ങാലക്കുടയ്ക്ക് പോകാനുള്ളൊരു തീരുമാനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഇരിങ്ങാലക്കുടയിൽ കൂടെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും പറവൂരിൽ ചേന്ദമംഗലത്തെ അദ്ദേഹത്തിന്റെ തറവാട്ട് വളപ്പിലേക്ക് കൊണ്ടുപോകുക. ശരി പ്രസാദ്, എന്തായാലും 3:30 ഇന്നത്തെ സംസ്കാരം. പാലിയത്തെ വീട്ടിലേക്ക് 8 മണിക്ക് തന്നെ മൃതദേഹവുമായി പുറപ്പെടുമെന്നുള്ളതാണ് വിവരം. പ്രസാദ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.